എല്ലാവർക്കും നമസ്കാരം. തണൽ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആത്മാവെന്നാൽ അതൊരു ദിവ്യപ്രകാശമാണ്. ആത്മാവെന്നാൽ അതൊരു ദിവ്യപ്രകാശമാണ്. അത് ഈ ശരീരം ഉപേക്ഷിച്ച് പറന്നുപോയാൽ നമ്മൾ വീണുപോയി, നിലം പതിച്ചുപോയി, പിന്നെ ഉണരുകയുമില്ല, സംസാരിക്കുകയുമില്ല. അപ്പോൾ ആത്മാവ് എവിടെ പോയി മറഞ്ഞു? ഇതൊരു ചിന്താവിഷയമാണ്. എന്നാൽ ഞാൻ പറയുന്നു, ആത്മാവ് തൻ്റെ അച്ഛനായ പരമാത്മാവിൻ്റെ അരികിലേക്കു അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിൻ്റെ അരികിലേക്ക് പറന്നു ഉയർന്നു ചേർന്നു. അതാണ് യേശുതമ്പുരാൻ പറഞ്ഞത്, ഞാൻ ദൈവമല്ല ദൈവപുത്രനാണ്. മരണസമയത്തും കുരിശിൽ കിടന്ന് വിളിച്ചതും ഇപ്രകാരമാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശു പറഞ്ഞത്. അത് നമ്മൾക്കറിയാമല്ലേ. നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കി, ഈ ആത്മാവിനെ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇല്ല. മരണം കണ്ടു നിൽക്കുന്ന ഡോക്ടർ പോലും കണ്ടിട്ടില്ല. ഡോക്ടർമാർ കാലു മാറ്റിവെക്കും, കൈ മാറ്റിവെക്കും, കണ്ണു മാറ്റിവെക്കും, ചുരുക്കി പറഞ്ഞാൽ ഹൃദയം വരെ മാറ്റിവെക്കും. എന്നാൽ ആത്മാവിനെ മാറ്റിവെച്ചതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇതേവരെ കേട്ടിട്ടില്ല. സമയമാകുമ്പോൾ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് പറന്നു പോകും. അപ്പോൾ ആത്മാവിനെ പിടിക്കാനോ മുറിക്കാനോ നനയ്ക്കാനോ കൊല്ലുവാനോ ആർക്കും സാധ്യമല്ല. അതൊരപാര ശക്തിയാണ്, അതിസൂക്ഷ്മ ബിന്ദുവുമാണ്. അതൊരപാര ശക്തിയാണ്, അതിസൂക്ഷ്മ ബിന്ദുവുമാണ്. ഇത് നാം മനസ്സിലാക്കണം. എന്നാൽ നിർത്തുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി തണലുടൻ എത്തുന്നതായിരിക്കും.